ഹലോ ഫ്രണ്ട്സ്, ഹായ്. അപ്പം നമ്മളുടെ കുറേ ഫ്രണ്ട്സ് നമ്മളടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു 10 ദിവസത്തെ അവധി ഉണ്ടോ എന്ന്. അപ്പം നിങ്ങൾക്കറിയാം 10 ദിവസത്തെ അവധി ഉണ്ട് എന്ന് ഒരുപാട് ഇൻസ്റ്റാഗ്രാമിൽ റീൽസിലും അതുപോലെ യൂട്യൂബ് വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത്രയും 10 ദിവസം നമുക്ക് ലീവ് ഉണ്ടോ, അതിൻ്റെ സത്യാവസ്ഥ എന്നൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പം ഇന്ന് എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾക്കറിയാം 21-ാം തീയതി ആയിട്ടുണ്ട്. അപ്പോൾ 21-ാം തീയതി ആയി. ഇനി നമുക്കെന്താണ് 5 ദിവസം അങ്ങോട്ട് സ്കൂളാണ്. സ്കൂൾ കഴിഞ്ഞ് പിന്നീടാണ് ഈ ലീവിൻ്റെ കാര്യം പറയുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം സത്യാവസ്ഥ നോക്കാം. സത്യാവസ്ഥ നോക്കിയിട്ട് എന്ത് ചെയ്യാം, നമുക്ക് എന്നൊക്കെ ലീവ് ഉണ്ടെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കറിയാം മൺഡേ നമുക്ക് അപ്പം മൺഡേ എന്ന് പറയുന്ന സമയത്ത് ഇപ്പം ശനിയും ഞായറും കഴിഞ്ഞ് കഴിഞ്ഞാൽ മൺഡേ ആണ്. മൺഡേ നമുക്ക് നമ്മൾ കലണ്ടേഴ്സിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പൂജ വെപ്പെന്നാണ് കാണിച്ചിട്ടുള്ളത്. പക്ഷേ അന്നത്തെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വൈകിട്ട് വന്നിട്ടാണ് പൂജ വയ്ക്കുന്നത്. സോ വൈകിട്ട് വന്നിട്ട് പൂജ വയ്ക്കുന്നതുകൊണ്ട് തന്നെ അന്ന് ഉറപ്പായിട്ടും ക്ലാസ് ഉണ്ടാവും. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, അന്ന് ഉറപ്പായിട്ട് ക്ലാസ് ഉണ്ടാവും. പിന്നെ നമുക്ക് ക്ലാസ് ഇല്ലാത്ത ദിവസം എന്ന് പറയുന്നത് പൂജ എടുപ്പിൻ്റെ അന്നാണ്. അത് 30-ാം തീയതിയാണ്. അന്ന് ക്ലാസ് ഉണ്ടാകത്തില്ല. അതുപോലെ തന്നെ മഹാനവമി അന്നും അവധിയായിരിക്കും. അതേപോലെ തന്നെ പിന്നെ മഹാത്മാഗാന്ധിജിയുടെ ജയന്തി ദിവസമാണ്. പിന്നെ 2-ാം തീയതി, ഒക്ടോബർ 2-ാം തീയതി, അന്ന് നമുക്ക് എന്തായിരിക്കും, ഉറപ്പായിട്ട് അവധി ദിവസം തന്നെയായിരിക്കും. പിന്നെ ഉണ്ടാകുന്ന ഈ ഒരു 3-ാം തീയതി എന്ന് പറയുന്ന ദിവസം, അതായത് 3-ാം തീയതി നമുക്ക് എന്താ ഉണ്ടാവത്തില്ല, 3-ാം തീയതി നമുക്ക് എന്തെയില്ല, ക്ലാസ് ഉണ്ടാവും. അതായത് നമുക്ക് സ്കൂളിൽ ക്ലാസ് ഉണ്ടാവും. ഈ റെഡ് മാർക്ക് ചെയ്യുന്നത് സ്കൂളുള്ള ദിവസങ്ങളാണ്, ഗ്രീനി മാർക്ക് ചെയ്യുന്നത് സ്കൂളില്ലാത്ത ദിവസങ്ങളാണ്. അപ്പം അത്രയും മനസ്സിലായില്ല. 3-ാം തീയതി നമുക്ക് പ്രത്യേകിച്ച് വേറെ കാരണങ്ങളൊന്നുമില്ല, അപ്പം നിന്നാണ് സ്കൂൾ ഉണ്ടാകും. പിന്നെ അതുകൊണ്ട് പിന്നീട് അടുത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ അടുത്ത 4-ാം തീയതിയാണ്. ഓക്കെ, അടുത്തത് എന്ന് പറയുന്നത് 4-ാം തീയതിയാണ്. ഓക്കെ, ഇനി നമുക്ക് ഇങ്ങോട്ട് മാർക്ക് ചെയ്യാം. ഇനി അടുത്തത് എന്ന് പറയുന്ന സമയത്ത് നമുക്ക് 4-ാം തീയതിയാണ്. 4-ാം തീയതി നമുക്ക് ഉറപ്പായിട്ട് എന്തുണ്ട്, 4-ാം തീയതി പിന്നെ അത് തന്നെ ഞായറാഴ്ചയൊക്കെ എന്താണ് ഉറപ്പായിട്ട് സ്കൂളുള്ള ദിവസങ്ങളാണ്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ 4-ാം തീയതി ഉണ്ട്. 4-ാം തീയതി നമുക്ക് സ്കൂളില്ലാത്ത ദിവസങ്ങളാണ്. തെറ്റിപ്പോയി, സ്കൂളില്ലാത്ത ദിവസങ്ങളാണ്. അപ്പോൾ 4-ാം തീയതി 5-ാം തീയതി നിങ്ങൾ എന്ത് ചെയ്യണ്ട, നിങ്ങൾ കണക്കാക്കണ്ട, അത് വേണമെങ്കിൽ കണക്കാക്കിക്കോ. അപ്പോൾ ഇപ്പോൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ എന്താണ്, ഒരു 3 ദിവസവും പിന്നെ പ്ലസ് എന്താണ്, പിന്നെ പ്ലസ് ഒരു 5 ദിവസം, ഒരു ദിവസം കൂടി കിട്ടി. അത് ഞായറാഴ്ച കൂടി കിട്ടി, 5-ാമത്തെ ദിവസം അല്ലേ, അതായത് ഒരു ദിവസം കൂടി കിട്ടി. അങ്ങനെ ഇപ്പോൾ നമുക്ക് 5 ഡേയ്സ് കിട്ടി. പിന്നീട് നിങ്ങൾക്ക് അങ്ങോട്ട് സത്യത്തിൽ പറഞ്ഞാൽ എന്താണ്, ലീവൊന്നുമില്ല. ഇനി അങ്ങോട്ടൊരു ലീവ് ഇല്ല. അപ്പോൾ ഇത്രയാണ് നമുക്ക് ആകെപ്പാടുള്ള ലീവ്. അതിൽ ഇതാണ് നമ്മുടെ ലീവ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു 30, പിന്നെ 1, പിന്നെ 2, പിന്നീട് 4, 5 അല്ലേ, ഇത്രയേ ഉള്ളൂ സത്യത്തിൽ നിങ്ങൾക്ക് അവധി എന്ന് പറഞ്ഞത്. 30, 1, 2, പിന്നെ 4, 5 5 ദിവസമാണ് യഥാർത്ഥത്തിൽ ലീവ് ഉള്ളത്. അത് കുറേ പേര് ഇങ്ങനെ എന്താണ് 10 ദിവസം ഉണ്ടെന്ന് പറയുന്നുണ്ട്. അതെന്താണ് അവർ 10 ദിവസം ഉണ്ടെന്ന് പറയുന്നത്, ഞാൻ ഒന്ന് കാണിച്ചു തരാം. നമുക്കിപ്പം ഇതിൻ്റെ മുമ്പത്തെ ശനി ഞായറുണ്ടല്ലോ, ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചേട്ടെ. അതായത് ഇവർ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ ഒരു ശനി ഞായർ കിടക്കുന്നില്ലേ, 26, 27, അതേപോലെ തന്നെ 26, 27 കിടക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഈ 28 കൂടി കൂട്ടിയിട്ടാണ് അവരെന്ത് ചെയ്യുന്നത്, 26, 27, 27, 28 ശനിയും ഞായറും കൂടി കൂട്ടി 30-ാം തീയതി കൂടി അതായത് 29-ാം തീയതി കൂടി ഒരു അവധി, ഒരു സിക്ക് ലീവ് എടുത്തിട്ട്, അല്ലെങ്കിൽ മറ്റെന്തോ ഒരു കാര്യം, പൂജ വെപ്പാണ് അവധി എന്ന് പറയുന്നുണ്ട് അവർ. പക്ഷെ പൂജ വെപ്പിന് നമുക്ക് അവധി കിട്ടത്തില്ല. അപ്പോൾ അതും കൂടി ആകുമ്പോൾ എന്ത് ചെയ്യും, 3 ദിവസം, ശനിയും ഞാനും തിങ്കളാഴ്ച പൂജ വെപ്പെന്ന് കൂട്ടി പറയുകയാണെങ്കിൽ നമുക്ക് 3 ദിവസമാവും. പിന്നെ ഒരു 3 ദിവസം കൂടി കൂട്ടുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, 6 ദിവസമാവും. പിന്നെ ഈ വെള്ളിയാഴ്ച അവർ ചില വീഡിയോസിലൊക്കെ പറയുന്നുണ്ട് അവധി എടുക്കാനായിട്ട്. അപ്പോൾ അതും കൂടി ആവുകയാണെങ്കിൽ നമുക്ക് 6 ദിവസമാവും. അത് കഴിഞ്ഞ ശേഷം പിന്നെ ഒരു 7, പിന്നെ 6 ദിവസവും. അതിനുശേഷം നമുക്കൊരു ശനിയും ഞായറും ഉണ്ട്. അപ്പോൾ 7, 8 ആയി. അങ്ങനെയാണ് പോകുന്നത്. പിന്നീട് നിങ്ങൾക്ക് ഇപ്പം സ്കൂൾ കലോത്സവമൊക്കെ ഉണ്ടാവും. അങ്ങനെയൊക്കെ ആണെങ്കിൽ 6, 7 അവധിയായിരിക്കും. ചില സ്കൂളിൽ 6, 7-ാം തീയതിക്കാണ് വെച്ചിട്ടുള്ളത്. അങ്ങനെയൊക്കെയാണ് ഈ 10 ദിവസത്തെ ലീവ് നമുക്ക് എന്ത് ചെയ്യുന്നത് പറയുന്നത്. അപ്പോൾ അതെന്ത് ചെയ്യുക, ഒന്ന് മനസ്സിലാക്കുക കേട്ടോ. 10 ദിവസത്തെ ലീവിൽ 10 ദിവസത്തെ ലീവ് അങ്ങനെയാണ് പറയുന്നത്. നിങ്ങൾ എന്ത് ചെയ്യുക, ഇതാണ് ശരിക്കുള്ള ഒരു 10 ദിവസത്തെ അവധി എന്ന് പറയുന്നത്. കൂടുതൽ അവധികളില്ല. അപ്പോൾ ഇത്രയാണ് നമ്മുടെ അവധി, അത് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ താങ്ക് യു. അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ.